തോക്ക് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തോക്ക് സ്വാമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്ക് അറിയുമായിരിക്കും. ഈ ചങ്ങായി ഇന്നലെ ഒരു പ്രസ് മീറ്റ് നടത്തി. ഇയാൾ കുറച്ചധികം കാലമായിട്ട് മീഡിയനെ കണ്ട് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ട് പോയിന്നും പിന്നെ BJPന്റെ ഉള്ളിൽ നടക്കുന്ന കുറേ കുൽസിത പരിപാടികളും ഇതിനു മുമ്പ് കുറച്ച് ലഹരി മാഫിയെക്കുറിച്ചും ഈ ഇന്നലെ നടന്ന പത്രസമ്മേളനം ലഹരി മാഫിയക്കെതിരെയായിരുന്നു. അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞത് 2 അക്ഷരത്തിൽ പേരുള്ള മാഫിയയുടെ തലവനെ പിടികൂടണം. ഈ 2 അക്ഷരത്തിൽ പേരുള്ള മാഫിയ തലവൻ ആരാന്നുള്ളത് അധികം നിങ്ങൾ ചിന്തിക്കേണ്ട. ഇയാളുടെ പേര് ഇതിനു മുമ്പും പല പ്രാവശ്യം എൻ്റെ കോണ്ടന്റിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലുമായിട്ട് നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആരാണ് ഈ 2 അക്ഷരമുള്ള മാഫിയ തലവൻ എന്ന്. ഈ കൊച്ചിയിൽ തന്നെ മുളകിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ, 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന പേര്, BJP ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അയാളുടെ പേരിൽ ഇവിടെ ലോക്നാഥ് ബെഹ്റ ACP ആയിരുന്നിട്ട് DGP ആയിരുന്ന സമയം വരെ ഫയലുകൾ പോയപ്പോൾ എല്ലാം അറിഞ്ഞതാണ്. ലോക്നാഥ് ബെഹ്റയെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഈ ലഹരി മാഫിയക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് 2012 നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിക്ക കാരണമാണ്. സിദ്ദിഖിക്കയാണ് എന്നെ ഇതിലേക്ക് തള്ളിവിടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ മയക്കുമരുന്ന് ഉപയോഗവും ആ ഒരു പെൺകുട്ടി നശിച്ചു പോയത് അറിഞ്ഞ് അദ്ദേഹം എന്നെ അറിയിക്കുകയും ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുകയും അവസാനം സിദ്ദിഖിക്ക എടുത്ത് പറഞ്ഞു, ഇത് സിനിമ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്ന കൂടുതൽ. അങ്ങനെയാണ് സിദ്ദിഖിക്ക ഷോക്കാവുന്നത്. അന്ന് ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെയും ആക്ട്രസിന്റെയും പേരുകൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന്റെ പേരിൽ എനിക്ക് പോലീസ് കേസ് ഒരു 2 നടിമാർ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് കത്തിക്കാണും. ഇനി കത്താത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. OG സുനിൽ, OG's കാന്താരി, ഇതിനെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇതിൽ പേരൊന്നും പറയുന്നില്ല. നമ്മളിതിനു മുമ്പും OG സുനിൽ എന്നും കാന്താരി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. ഇയാൾ നേരെ അങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. OG സുനിലിനെയും കാന്താരി എന്ന് പറഞ്ഞ അയാളുടെ ആ ഒരു സ്ഥാപനത്തെയാണ് ഈ ചങ്ങായി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തല നമ്മളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓൾറെഡി തൂഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പ്രൊജക്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഇയാളിപ്പോൾ വന്നിട്ട് തോക്കുസ്വാമി വന്നിരുന്ന് OG's കാന്താരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തി ലഹരിയുടെ കണ്ണിയാണ്, ലഹരി മാഫിയ കിങ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ പറയുന്നത്. ഇത് ഇയാൾ മാത്രമല്ല, തോക്കുസ്വാമി മാത്രമൊന്നുമല്ല, മരട് അനീഷ്, അങ്ങനെ കുറേ പേര് ഇതിനു മുമ്പും OG സുനിലിനെ എക്സ്പോസ് ചെയ്യാൻ നടന്ന എൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ഡ്രേക്ക് ഉണ്ടായിരുന്നു. ഇതിനിടയിലൊക്കെ ഈ ആക്ടിവിറ്റീസൊക്കെ നടന്നിട്ടുണ്ട്. OG സുനിലിനെതിരെ ഈ ഒരു ആരോപണം ഓൾറെഡി ഉള്ളത് തന്നെയാണ് എയറിൽ. എന്നാൽ ഇന്ന് വരെ OG സുനിൽ ഇതിന് കൃത്യമായ റെസ്പോൺസ് കൊടുത്തിട്ടില്ല. അയാൾ പല ഇൻ്റർവ്യൂവിലും പോയിരുന്നപ്പോൾ പറഞ്ഞാൽ എന്താ, സ്ട്രേ ഡോഗ്സ്, തെരുവ് പട്ടികൾ പലരും കുരയ്ക്കും, അതൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഒറ്റ സാധനത്തിന് മുകളിൽ ആരോ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അത് അയാൾ കംപ്ലീറ്റ് മീഡിയയിലും വന്ന് പറഞ്ഞു, അയാൾ പോയി. അയാൾ ആകെ ഒരു വട്ടം ഒരു പത്രസമ്മേളനം വിളിച്ച് എൻ്റെ കാസറ്റും ബാക്കി ടീമും ഇയാൾക്കെതിരെ അടി തുടങ്ങിയ സമയത്ത് ഈ ചങ്ങായി എന്ത് ചെയ്തു, അയാളുടെ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാന്ന് പറഞ്ഞൊരു ലേഡിയെയും കൂടി മുന്നിൽ കൊണ്ടുവന്നിരുത്തി അവിടുന്ന് ഒരു പത്രസമ്മേളനം നടത്തി. എന്നിട്ട് മറ്റേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പോയ മുതലാണ്. പിന്നെ എന്തോ ഒരു നമ്പർ ഉണ്ടാക്കും, എന്തോ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ അതിലേക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുക, അതിനുള്ള പരിപാടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് വൻ വാഗ്ദാനമൊക്കെ ആയിട്ട് പോയ ഒരാളാണ് ഈ OG സുനിൽ. അല്ലാതെ അയാൾക്കെതിരെ വരുന്ന ഈ ലഹരി ആരോപണങ്ങളെ കുറിച്ചിട്ട് അയാൾ ഒരു അക്ഷരം ഒന്നും കൂടുതലായിട്ട് വിട്ട് പറയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഹീസ് അണ്ടർ എ ക്വസ്റ്റ്യൻ മാർക്ക്. വളരെ ഡൗട്ട്ഫുള്ളാണ്. ഭയങ്കര ഡൂബിയസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പാസ്റ്റുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ OG സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അത് ക്യാഷ് ഇൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൃത്യമായ സമയത്ത് വന്നിട്ട് ഈ തോക്കുസ്വാമി വന്നൊരു ഓലപ്പടക്കം പൊട്ടിച്ചു പോയതാണോ എന്നുള്ളത് അറിയില്ല. ബട്ട് എന്തുകൊണ്ടോ ഇവിടുത്തെ സിസ്റ്റം ഇത്രയും ആളുകൾ വന്ന് പറയുമ്പോഴും, ഈവൻ ഇഫ് ദേ ആർ ക്രിമിനൽസ് ടു, ഇവരാരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം OG സുനിൽ എന്താ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, അയാൾ എങ്ങനെയായി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇത്രയും ആൾക്കാർ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. അത് ക്രിമിനൽസ് തന്നെ വന്ന് പറയണം. അപ്പോൾ അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ടൊരു അന്വേഷണം പോലും മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുമില്ല, എനിക്കും ആ സംശയമുണ്ട്. ഓക്കെ, ബാക്കി കൂടി കേൾക്കാം. ഇവിടെ ഒരു ബിസിനസ്സുകാരൻ, അവന്റെ നേതൃത്വത്തിൽ എല്ലാ ഫയലുകളും ബെഹ്റയ്ക്കറിയാം, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, സക്രയ്ക്കറിയാം, ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. അവൻ ഇവിടെ നടത്തുന്ന റൈ പാർട്ടീസ് എല്ലാം. അവനെതിരെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഐ എം ചാലഞ്ചിങ്, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവനെ പിടിക്കാൻ പറ്റുമോ? ജനം സല്യൂട്ട് ചെയ്യും അദ്ദേഹത്തെ. അദ്ദേഹം എന്തിനാ നോക്കണേ? അദ്ദേഹം എന്തിനാ പേടിക്കണേ? ഇവിടുത്തെ പോലീസിന് വേറെ ഒന്നും വേണ്ട. പോലീസിന് എല്ലാ സംവിധാനവും ഉണ്ട്.
എൻകൗണ്ടർ ചെയ്യണം. എത്ര കുട്ടികളുടെ ഫ്യൂച്ചറാ പോയിരിക്കുന്നത്. UP-ൽ യോഗി ചെയ്ത പോലെ എൻകൗണ്ടർ ചെയ്യണം. പോലീസിന് ഉണ്ട ഇല്ലെങ്കിൽ ഞാൻ എന്റെ തോക്കുന്ന ഉണ്ട കൊടുക്കാം. 0.45 കാലിബർ ഉള്ള സാധനം 9mm പവർഫുൾ ആയിരിക്കും. ഈ മാനിപ്പുലേഷൻ ആണ് ഇവിടെ. അതുപോലെ കൊച്ചിയിലെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഈ മയക്കുമരുന്ന് വേങ്ങ് കൊച്ചു ഏജൻസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് വിവരങ്ങൾ പറയൂ, നമ്മൾ അധികാരികളെ അറിയിക്കാണ്. ജനങ്ങൾ അതിൽ ആ ട്രാപ്പിൽ പെടരുത്. അവർ ഈ ഡ്രഗ് മാഫിയയുടെ തന്നെ അണികളാണ്, കണ്ണികളാണ്. പലവരെയും അവർ വഴിയിലിട്ട് തല്ലിച്ചതച്ചു, പലവരെയും അപകടത്തിൽപ്പെടുത്തി. ഈ വിവരം റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിനെ വിവരം അറിയിക്കൂ. പോലീസിൽ തന്നെ ചില ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. 100% ഒരു 5 തൊട്ട് 10% വരെ ഉണ്ട്. എല്ലാവരും നല്ലതാണെന്ന് പറയാൻ ഞാൻ ഹരിചന്ദ്രനൊന്നുമല്ല. ഇവിടെ OG സുനിലിനെ അയാളുടെ സ്ഥാപനത്തിനെയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഇപ്പോൾ തോക്കുസ്വാമി ആണെങ്കിലും മരടനീഷ് ആണെങ്കിലും ആരാണെങ്കിലും അതിന് കുറേ തെളിവുകൾ അല്ലെങ്കിൽ കുറേ സോളിഡ് എവിഡൻസുകൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിന് പകരം പോലീസുകാരോട് പോയി പിടിക്കുക, എക്സൈസുകാരോട് പോയി പിടിക്കുക, രമേശ് ചെന്നിത്തല പോയി പിടി, ഇതിനു മുന്നേ പിണറായി വിജയൻ പോയി പിടി. ഇങ്ങനെയല്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ടുള്ള ധാരണയുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ എന്താ നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണല്ലോ അല്ലേ. അത് അങ്ങനെ ചെയ്യാതല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ഇത് വെറുതെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞു പോകുന്നതിനോട് എനിക്ക് അത്ര യോജിക്കാൻ പറ്റില്ല. കാരണം ഇതിനു മുമ്പും വിളിച്ച് പറഞ്ഞവരൊക്കെ ചുമ്മാ വന്നിരുന്നിട്ട് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് വിടുകയെന്നല്ലാതെ നമ്മളിലേക്ക് ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ, ഒരു എക്സ്ട്രാ ഇൻപുട്ട് അത് വരുന്നില്ല. അത് തന്നെയാണ് OG സുനിൽ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് എന്താണ് അതൊരു പ്ലസ് ആണ്. കാരണം ആരും ഒന്നും വെറുതെ അലിഗേഷൻസ് മാത്രമാണ്, പ്രൂഫുകളൊന്നും എവിടെയും വെക്കുന്നില്ല. ഇനി ഇല്ലെങ്കിലും അത് അയാൾക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ, അയാൾക്ക് ഇവർക്കെതിരെയൊക്കെ നേരെ പോകാം. പക്ഷെ അയാൾ പോയിട്ടില്ല. മരടനീഷിനെതിരെയോ ഈ തോക്കുസ്വാമിക്കെതിരെയോ എന്തിന് എൻ്റെ കാസറ്റ് അടക്കം ബാക്കിയുള്ളവർക്കെതിരെ പോലും അയാളെന്തോ ബോംബോ മിസൈലോ ഡൽഹിയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പും കൊണ്ടുപോയിട്ടില്ല, ഒരു കോപ്പും ഇട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇനി ഈ പറഞ്ഞ OG സുനിൽ തന്നെ ഇപ്പം ഇതിലൊരു BJP ബന്ധം പറഞ്ഞുള്ളൂ. രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു പോഡ്കാസ്റ്റിനകത്ത് വന്നിരുന്നിട്ട് തള്ളു കഥയാണോ എന്നൊരു പിടുത്തമില്ല. ഇയാൾ പറയുന്നതിലൊരു എനിക്ക് തോന്നുന്നൊരു ഒരു 10 ആവില്ല, ഒരു 20% ശരി ഉണ്ടാവും. ഒരു 80% തള്ളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ കിങ് ആണ്, റേസിംഗ് ഒക്കെ പിന്നെയും ഓക്കെ തോന്നുന്നു. പിന്നെയും നമുക്കറിയാൻ പാടില്ല, 70-കളിലും 80-കളിലൊക്കെ നടന്ന പരിപാടിയില്ലേ, അയാൾ ലാൻഡ് മാഫിയ കിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തള്ളുന്നത്. ഈ കൂട്ടത്തിൽ, ഇതേ തള്ളിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ BJP റെഫറൻസ് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇയാൾ അമിത്ഷാന്ന് നമ്മളെ മോദി, നരേന്ദ്രമോദി പണ്ട് ഡൽഹിയിൽ BJP ഓഫീസിൽ 80-കളിൽ ഇയാൾ പോയ സമയത്ത് സലാം വെച്ച് പോയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി ആയപ്പോൾ അയാൾ ഒരു ബന്ധമുണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പ് അയാൾക്ക് അന്ന് കിട്ടിയില്ല, അതിലയാൾ റിഗ്രറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു തള്ളു തള്ളിയിരുന്നു. പണ്ട് എൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടുക. അപ്പം എല്ലാവരും ഇരിക്കുമ്പം she used to tell me, she used to ask me, hey Vajat, ഒരു സ്റ്റോറി പറ. അപ്പം ഞാൻ ചോദിക്കും ഏതാ വേണ്ടേ, സെക്സ് ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ. That's all we talk about. അതെ, സെക്സ് ഡ്രഗ്സ് ആൻഡ് റോക്ക് ആൻഡ് റോൾ. ഏത് വേണമെന്ന് കുറെ കേട്ടിട്ടുണ്ട്. ഐ എം എ കുമ്പാരം ഓഫ് കഥാസ്. When I used to go BJP office in 80s, Sri Narendra Modi used to sit in a small room. Is that a memory for you? Wow. Yeah, I still remember. Delhi. He used to wear എപ്പോഴും പുള്ളിയുള്ളത് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡ് സൂട്ട് ഓക്കെ. അപ്പൊ ഞാൻ ഗോവിന്ദാചാര്യയും ഉമാഭാരതിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോരുമ്പം ഞാൻ പുള്ളിയോട് ഇരിക്കേണ്ടാവും, ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പോകും. അതാ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. That's a memory. Because he is the prime minister. അന്ന് കുറച്ച് മര്യാദയ്ക്ക് പോയി സംസാരിച്ചു. ഹലോ എന്നൊക്കെ പറഞ്ഞു. അതാണ് മിസ് ചെയ്യണ സീൻ. ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യണം. ഞാൻ never ever thought he will become the most powerful, number one. Unbelievable. 70-കൾ 80-കൾ കാലഘട്ടത്തിൽ ഒരു BJP എന്താ പറയുക ഈ പറഞ്ഞ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോഴൊക്കെ അയാൾക്ക് ബന്ധങ്ങൾ പല രീതിക്കൊക്കെ വളർന്നിരിക്കുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് BJPയുടെ ഒരു പ്രൊട്ടക്ഷൻ ലെയർ ഇയാൾക്കുണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ് സ്റ്റിൽ. കാരണം ഇവിടെ UDF ഗവൺമെൻറ്റൊന്നും തൊടുന്നതായിട്ട് തോന്നുന്നില്ല, LDF തൊട്ടിട്ടേ ഇല്ല. ഓക്കെ,
ആൻഡ് ഇയാളെ അറിയുന്ന ഇയാളുടെ സെയിം എന്താ പറയുക ഒരു സർക്കിളിൽ കടന്ന് കളിച്ച ആളുകളാണ് ഈ വന്നിട്ട് ഇയാൾക്കെതിരെ ഇയാൾ ഇത്രയും മാഫിയാണ്, ഇത്രയും ഡ്രഗ് ഡീൽസ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആരും ഒരാൾ തൊടുന്നില്ല എന്ന് പറയുമ്പോൾ ഇഫ് സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ ദെയർ ടു പ്രൊട്ടക്റ്റ് ഹിം, അത് BJP ആണോ എന്ന് സംശയിച്ചാലും വിഷയമൊന്നുമില്ലല്ലോ. സംശയിക്കാം, കാരണം മൂപ്പര ആ ഒരു പഴയ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. BJP ഓഫീസിൽ പോയതും പരിപാടികളൊക്കെ ആയിട്ട്. ഹൂ നോസ്, ബാക്കി കേൾക്കാം. ഋഷിരാജ് സിംഗ് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കൂ, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം? ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ നേരെ ഋഷിരാജ് സിംഗിനെ വിളിച്ചു, ലഹരിയുടെ ഡീറ്റെയിൽസ്. ഷൊറ എന്താ HP നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. HP വിളിച്ചു. 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ചയായിട്ട് റിസൾട്ട് ഇല്ല. ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല, ഇന്ന ആൾക്കാർ ഇതിലേക്ക് ഇൻവോൾവ് അല്ലേ എന്ന് ചോദിച്ചു. എന്നെ മേളാൽ ഈ വിഷയം പറഞ്ഞ് എന്നെ വിളിക്കരുത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി ഫോണ് കട്ട് ചെയ്തു. ഋഷിരാജ് സിംഗിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഹെൽപ്പ് ചെയ്തില്ല. ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം മരടനീഷ് ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർ കുറേ പേര് ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ OGക്ക് അടക്കമുള്ളവർക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ OG റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് പൂഴ്ത്തി വെക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഹീ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രിപ്പ് എന്നുള്ളത് ഓൾറെഡി മരട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും, പല ഇൻ്റർവ്യൂസിൽ. ക്രൈം നന്ദകുമാറിന് കൊടുത്ത ഇൻ്റർവ്യൂ, ഇനി ഒന്ന് അതിന് ശേഷം മറുനാടൻ മലയാളിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ, News 18 ഉണ്ട് തോന്നുന്നു. അങ്ങനെ 2-3 ഇൻ്റർവ്യൂസിനകത്ത് ഈ ചങ്ങ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ നന്ദകുമാർ ഏട്ടനൊരു ഇന്റർവ്യൂ കൊടുത്തു. OG സുനിൽ എന്ന് പറഞ്ഞ ഒരു സിനിമാ നിർമ്മാതാവ്, നിർമ്മാതാവ് 22 ഫീമെയിൽ. അത് തന്നെ നമ്മളവിടെ കാന്താരി ബാർ, കാന്താരി അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ്, സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ കാണാം. അത് തന്നെ പരിചയമുള്ള പേര്. ഇവനെതിരെ ഞാൻ ഒരു വാർത്ത കൊടുത്തു. ഇവൻ ഇവിടുത്തെ ഏറ്റവും വലിയ പിമ്പാണ്, ഇവനെ ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് മാഫിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും എന്റെ തെളിവുണ്ട് കേട്ടാ. എന്നിട്ട് അപ്പോ ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ കുറെ പോലീസുകാർക്ക് അങ്ങോട്ട് ഇളകി. അപ്പൊ ഇവര് വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ്, അത് ചെയ്യാൻ പാടില്ല, അത് മാറ്റണം, അത് തിരുത്തി പറയണം. നമ്മൾ ഒരിക്കലും തിരുത്തി പറയില്ല. ഈ OG സുനിലിന്റെ പശ്ചാത്തലം എന്നതാ എനിക്ക് പരിചയമില്ലാത്തോണ്ട് ചോദിക്കുക. സാർ, ഫാമിലി ആയിട്ട് പൈസയുണ്ട്, അതായത് കുടുംബക്കാർ പണമുള്ള ആളാണ്. പക്ഷേ നേരത്തെ പോലെ കുടുംബത്തിൽ പണമുണ്ട് എന്നാണ് എന്റെ അറിവട്ടെ. എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ പാടില്ല, ഞാൻ ഇയാളെ പറ്റി പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ ഇവനെ പറ്റിയുള്ള ഈ വക കാര്യങ്ങളല്ലോ, വ്യക്തിപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും. ലഹരി ഇടപാടുണ്ടെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ചേട്ടാ. അതായത് 2003 തൊട്ട് ഈ ഒരു 2010-11 വരെ ലൈവായിട്ട് എല്ലാ പബ്ബുകളും, അന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാരോട് ഇപ്പൊ ചേട്ടൻ അന്വേഷിച്ച അന്നത്തെ കാലത്തെ ബിസിനസ്സുകാരെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെയോ ചേട്ടന് ഒരു ഒറ്റ കോളിൽ കിട്ടൂലേ എറണാകുളത്ത്. അവരോടൊക്കെ ചോദിക്കും OG സുനിൽ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരായിട്ടും ബന്ധം, താഴ്ത്തുള്ള ആൾക്കാരല്ലേ, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലേ ഏട്ടാ. അപ്പൊ ഇപ്പൊ ഒരു വിഷയത്തിൽ ഇവരുടെ പേര് വന്നാലും ചോദ്യം ചെയ്ത് അവൻ പൈസയും കൊടുത്ത് വിടും. ഇതാണ് സംഭവം. ഇതില് തട്ടേക്കാട് 2009 തട്ടേക്കാട് വെച്ചിട്ട് ഒരു DJ മരിച്ചു. റഷ്യൻകാരി DJ നടത്തി വെള്ളത്തിൽ പോയി മരിച്ചു. റഷ്യക്കാരി നീന്തി രക്ഷപ്പെട്ടു, ഈ പയ്യൻ മരിച്ചുപോയി. ഒരു ഹൗസ് ബോട്ടിൽ പാർട്ടി നടത്തി, അവിടെ പിടിച്ചു, ഇവന്റെ മാനേജറെ പിടിച്ചു. ഇതായിട്ട് ഇതിലെല്ലാം വ്യക്തമായിട്ട് ഇവന്റെ പങ്കുണ്ടെന്ന് തെളിഞ്ഞ് ഇവന്റെ ചാനലില് സോഷ്യൽ മീഡിയ എല്ലാം വന്നതാണിത്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയം ഈ സാധനം കിട്ടില്ല. ഞാൻ ആ വീഡിയോ നിങ്ങളെ ചേട്ടനെ കാണിച്ചു തരാം ആ വീഡിയോ. എന്നിട്ട് ഇവൻ ഇവിടുന്ന് പോലീസുകാരെ എതിരായപ്പോൾ ഇവന് അരൂരുള്ള സ്ഥലം കിട്ടിയ വിലക്ക് വിറ്റിട്ട് ഇവൻ നേരെ ഡൽഹിക്ക് പോയി. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇത് 2012 തിരിച്ചു വന്നതെന്ന് തോന്നുന്നു. ഇവൻ ആ കാന്താരി ബാറിന്റെ മേളിൽ നിന്ന് ഇറങ്ങില്ല. കാരണം ഇവൻ്റെ സാമ്പത്തികമില്ല, കുടുംബ സ്വത്തുണ്ടായിട്ട് കാര്യമില്ല, ഇവൻ്റെ പണമില്ല. ചേട്ടാ ഈ 3 കൊല്ലം മുമ്പ് വരെ അവന്റെ ഏറ്റവും മേളിൽ കാന്താരി ബാറിന്റെ ഏറ്റവും മേളിൽ അധോലോകം എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പബ്ബ് നടത്തി. അത് ലീസിന് കൊടുത്തവൻ, ഒരു കമൽ എന്ന് പറഞ്ഞ ലോഗോ ഉടായി പറഞ്ഞവൻ. ഇപ്പൊ UK കണ്ടാണ് അവൻ ഈ സാധനം ലീസിന് കൊടുത്തു. ഇത് മൊത്തം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടിയ പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊട്ടക്ഷൻ സുനിലിന് കിട്ടുന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മരടും ഈ തോക്കുസ്വാമിയും തമ്മിലുള്ള ബന്ധം എന്തെന്നുള്ളത് വേറെ സൈഡുണ്ട്, അതാണ് നിൽക്കട്ടെ. ഓക്കെ, പക്ഷേ സ്റ്റിൽ ഇതിനകത്ത് പോലീസുകാരുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് OGക്ക് കിട്ടുന്നു എന്നുള്ള ഇവരുടെ ക്ലെയിം അത് ഭയങ്കര ഒരു സംഭവമാണ്. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ ഈ പറഞ്ഞ പാസ്റ്റിനകത്ത് BJP എലമെൻറ്റുകൾ അയാൾ തന്നെ പറഞ്ഞു. ഇവർ തന്നെ പറയുന്നു ഒരു കാലഘട്ടത്തിൽ ഇയാൾ ഇവിടുന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയി.
ഓക്കെ. പിന്നെ മാത്രമല്ല ഇവർ ഈ ക്ലെയിം ചെയ്യുന്ന പല സാധനങ്ങളും ഈ OG സുനിൽ സംസാരിക്കുന്ന അയാളുടെ പാസ്റ്റും തമ്മിൽ നോക്കുമ്പോൾ ഭയങ്കര കണക്റ്റഡാണ്. ഓക്കെ, ഭയങ്കര കണക്റ്റഡാണ്. പിന്നെ ഈ ലഹരി എലമെൻറ്റ് എഗെയിൻ ഞാൻ പറയുന്നു, അത് ഇവിടെ ഏതെങ്കിലും ഒരു 4-5 ഇങ്ങനെ റോട്ടിൽ കൂടി പോകുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ എവിടെയെങ്കിലും കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു 10 പിള്ളേരെ പിടിച്ച് തീർക്കേണ്ട പരിപാടിയല്ല. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ്? അതിൻ്റെ കിങ് പിൻ ആരാ? കേരളത്തിലേക്ക് ഇത് ഒഴുക്കുന്നതിൻ്റെ ഡീലേഴ്സ് ആരൊക്കെയാണ് ഇടനിലക്കാർ എന്നുള്ളതിലേക്ക് തൂഫാൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റൊക്കെ എത്തണം. അതിനകത്ത് ആഭ്യന്തരമന്ത്രി ഇവിടുത്തെ പോലീസ് സിസ്റ്റവും നല്ല രീതിയിൽ മെനക്കെട്ട് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ പണിയെടുക്കുമ്പോൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുടെയൊക്കെ തുറന്നു പറച്ചിലുകളിൽ വരുന്ന പേരുകൾ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് എന്താ പ്രശ്നം? വിഷയങ്ങളില്ലല്ലോ. ഇപ്പോൾ രഞ്ജിനി ഹരിദാസിനോട് പറയുമ്പോൾ തന്നെ രഞ്ജിനി ഹരിദാസ് പറയുന്നത് എന്താ? ഹി യൂസ് ടു ടെൽ മീ സ്റ്റോറീസ്. എന്തിൻ്റെ സ്റ്റോറീസ്? അതിനകത്ത് ഈ ഡ്രഗ് വരുന്നുണ്ട്, സെക്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ നിൽക്കുന്നൊരു വ്യക്തി, ഒരു ചോദ്യചിഹ്നം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇത്രയും ഡാർക്ക് പാസ്റ്റുള്ള ഒരു മനുഷ്യൻ സ്റ്റിൽ അയാൾ എന്ത് രീതിയിൽ പോകുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഇവരൊക്കെ പറയുന്നത് ഇപ്പോഴും അവൻ്റെ ട്രാക്ക് ശരിയല്ല, ഇപ്പോഴും അയാൾ നൈസല്ല. സോ അതിനെന്താ വിഷയം? പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പഴയ എന്താ പറയുക DJ മരിച്ച സംഭവം, ബോട്ടിലെ പാർട്ടി, പാണ്ടി പാർട്ടി, അങ്ങനത്തെ പല സാധനങ്ങളും നടത്തിയതിൻ്റെ പ്രൂഫുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. ഏഷ്യാനെറ്റിൽ പണ്ട് വന്നൊരു ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം. കൊച്ചിയിൽ ബോട്ടിൽ സംഘടിപ്പിച്ച ലഹരിമരുന്ന് പാർട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം സിനിമാ നിർമ്മാതാവിലേക്ക്. ഹോട്ടൽ വ്യവസായിയായ ഇയാൾ മുൻപും ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പോലീസ് പിടികൂടിയ ആഡംബര നൗക എക്സൈസിന് കൈമാറി. അതിനിടെ ലഹരി പാർട്ടി നടത്തിയ 4 പേർ അറസ്റ്റിലായി. ഫ്ലോ ആൻഡ് ഫ്ലൈ എന്ന പേരിലാണ് ഇന്നലെ രാത്രി കൊച്ചിയിലെ ആഡംബര നൗകയിൽ നിശാ പാർട്ടി ഒരുക്കിയത്. ഫേസ്ബുക്ക് വഴിയായിരുന്നു ഇടപാടുകാരെ കണ്ടെത്തിയത്. ഈ പാർട്ടി സംഘടിപ്പിച്ചത് ചില ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവായ ഹോട്ടൽ വ്യവസായിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ സ്ഥാപനങ്ങളിൽ മുമ്പും പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. പല പ്രമുഖരും പതിവുകാരായിരുന്നു. പുറംകടലിൽ പോയി ആഡംബര നൗകയിൽ പാർട്ടി സംഘടിപ്പിക്കാനായിരുന്നു നീക്കം. കൊച്ചിയിലെ ഹോട്ടലുകളിൽ പരിശോധനകൾ കർശനമാക്കിയതോടെയാണ് പാർട്ടികൾ കായലിലേക്കും പുറംകടലിലേക്കും മാറ്റിയത്. ഇതിനിടെ ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ച ക്രീക്ക് ക്രൂയിസ് എന്ന ആഡംബര നൗക പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊച്ചിയിലെ വിവാദമായ പാർട്ടി സംഘടിപ്പിച്ചത് മൈ കൊച്ചി ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജ് വഴി. മൂന്നാറിലും തട്ടേക്കാടിലും പാർട്ടി ഒരുക്കിയവർ തന്നെയാണ് കൊച്ചിയിലും ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിയിൽ ഒരാൾക്ക് 1500 രൂപയായിരുന്നു നിരക്ക്. കൂടെ സ്ത്രീയുണ്ടെങ്കിൽ 2000 രൂപ ഈടാക്കും. ഇവർ മുൻപ് നടത്തിയ തീം പാർട്ടിയുടെ ചിത്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. തീം പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിൽ പ്രമുഖനാണ് ഹോട്ടൽ വ്യവസായിയായ ഈ സിനിമാ നിർമ്മാതാവ്. വനത്തിലും മലമ്പ്രദേശത്തും പുറംകടലിലുമൊക്കെയാണ് ഇത്തരം തീം പാർട്ടികൾ. ഈ സിനിമാ നിർമ്മാതാവ് മുമ്പ് നടത്തിയ ചില തീം പാർട്ടികളുടെ ചിത്രങ്ങളാണിത്. പാണ്ടി പാർട്ടി എന്ന പേരിൽ ഇയാൾ മുമ്പ് മൂന്നാറിൽ ലഹരിമരുന്ന് പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖ അവതാരക അടക്കമുള്ളവർ പങ്കെടുത്തു. തമിഴരുടെ വേഷത്തിലെത്തുന്നവർക്ക് മാത്രമേ പാർട്ടിയിലേക്ക് പ്രവേശനമുള്ളൂ. പുരുഷന്മാർ സിൽക്ക് ജുബ്ബയും മുണ്ടും ധരിക്കണം. സ്ത്രീകൾ ഡാവണി ഉടുക്കണം. മൂന്നാറിലും മറ്റും സംഘടിപ്പിച്ചതിനാൽ രാത്രി മുഴുവൻ നീളും. ലഹരിമരുന്നും ഒഴുകും. സമാനമായ പാർട്ടി ഇയാൾ പിന്നീട് തട്ടേക്കാടും സംഘടിപ്പിച്ചു. ജംഗിൾ പാർട്ടി എന്നായിരുന്നു പേര്. വനത്തിൽ സെറ്റിട്ടായിരുന്നു പാർട്ടി. എന്നാൽ കൊച്ചിയിൽ പാർട്ടിക്ക് ആളെ കണ്ടെത്തിയത് മൈ കൊച്ചി ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജ് വഴിയായിരുന്നു. 9037908070 എന്നതായിരുന്നു ബന്ധപ്പെടേണ്ട നമ്പർ. സ്റ്റെല്ല സെബാസ്റ്റ്യന്റെ പേരിലുള്ള സിം കാർഡാണിത്. അതായത് സോഷ്യൽ മീഡിയ ഒന്ന് ഗ്രിപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പ് ഒരു 10 വർഷം ഇനി 2015-14 ടൈമിലൊക്കെയാണ് ആശാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി തന്നെ ഇങ്ങനത്തെ റേപ്പ് പാർട്ടീസ് ഒക്കെ വെച്ചുള്ള കളികൾ കളിക്കുന്നത്. അന്ന് മുതലേ അയാൾക്ക് ആ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ അറിയാം. അതിനുള്ള റവന്യൂ ഉണ്ടാക്കുന്ന രീതികൾ അറിയാം. യൂസ് ടു ത്രൂ പാർട്ടീസ്. വിഷയം തന്നെയാണ്. അപ്പം പിന്നെ ഇവർക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഈസി സോ പവർഫുൾ എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കണ്ടേ? മനസ്സിലായോ? ആ സാധനം വരുമല്ലോ. ഈ തോക്ക് സ്വാമി പറഞ്ഞ ഒരു സാധനം കൂടി ഉണ്ട്. ഇത് കോമഡിയാ. ചിന്തിക്ക്, പോലീസിനറിയാം 2 അക്ഷരത്തിലാണ് അയാൾ അറിയപ്പെടുന്നത്. ഈ കൊച്ചിയിലില്ലാത്തവർക്കുള്ള പേരല്ല, പേര് പറഞ്ഞുള്ളത് ഉപകാരമായിരിക്കും. കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാം. ഇവിടുത്തെ പോലീസിനെ അറിയാം. 2 അക്ഷരത്തിലാണ് അറിയപ്പെടുന്നത്. പേര് പറയാവുന്നതാണ്. ഏത് ഇത്രയും പറഞ്ഞ പേര് കൂടി പറയാവുന്നതാണ്. ഓട്ടയുടെ ഓയും ഉണ്ട്, ഗണ്ണിന്റെ ജിയും ഉണ്ട്. എനിക്ക് പേടിയോ? ഞാൻ നിങ്ങൾ പേര് പറഞ്ഞിട്ട് ഇനി മാനമില്ലാത്തവന്റെ മാനം നഷ്ടപ്പെടുത്തിയെന്ന് പറയാൻ വേണ്ടിയാണ്. എനിക്ക് ഇവന്മാര് കള്ളന് കഞ്ഞി വെച്ചവനാണെങ്കിൽ നമ്മൾ ഫ്രോഡിന് ഫ്രൈഡ് റൈസ് വെച്ചവനായിരിക്കണ്ടേ ബ്രോ?
അല്ലേ? ചെയ്ത കുറ്റത്തിനൊന്നും ഇവര് ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. എനിക്ക് ഈ പട്ടിത്തീട്ട കേസുകളുടെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അത് നടക്കണം. ഇങ്ങനത്തെ പട്ടിത്തീട്ട കേസ് പിന്നെ എന്തിനാ വിളിച്ച് പറയുന്നത്? ഇത് പട്ടിത്തീട്ട കേസാണോ? അല്ലല്ലോ. മരട് പറഞ്ഞപ്പോഴും ഈ പറയുന്നുണ്ട് പ്രൂഫുകൾ കയ്യിലുണ്ട്, പുറത്ത് കാണിക്കുന്നില്ല. താൻ വന്നിരുന്ന് പറയുമ്പോഴും പ്രൂഫുകളുണ്ട്, ഇവനാണ് ആളെന്ന് പറയുന്നുണ്ട്, ബട്ട് നോട്ട് ഷോയിങ് എനി പ്രൂഫ്. അതെന്താ അങ്ങനെ? പോലീസ് കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും പണ്ട് പിടിക്കണം എന്ന് പറയും. എന്നിട്ട് ഇവർ തന്നെ പറയും പോലീസിൻ്റെ ഇടയിൽ ചാരന്മാരുണ്ട്, ഒറ്റുകാരുണ്ട്, ഇയാൾക്ക് വേണ്ട സിൽബന്ദികളുണ്ട്, അതുകൊണ്ട് അത് നടക്കാൻ പോണില്ല എന്ന് പറയും. പിന്നെന്തിനാ അലിഗേഷൻ ഉന്നയിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് വന്ന് പറ. വലിയ തോക്ക് സ്വാമിയും കയ്യിൽ തോക്കും പിടിച്ച് നടക്കുന്ന മനുഷ്യനല്ലേ, ഒന്നിരുന്ന് പറഞ്ഞുകൂടെ? എന്താ പറയാത്തത്? അത് പറയൂല. ഇതൊരു പ്രത്യേകതരം അലിഗേഷനാണ് ഈ സുനിലിനെതിരെ വരുന്നത്. എല്ലാവരും വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരുടെയും കയ്യിൽ പ്രൂഫുകളില്ല. മനസ്സിലായോ? OG സുനിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഭയങ്കര മെസ്സി ആയിട്ടാണ് അയാളുടെ പാസ്റ്റ് അയാൾ തന്നെ പറയുക. ആദ്യം പറയും ഭയങ്കര അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കിയിരുന്നു, തറവാട്ടിൽ തന്നെ പൈസ ഉണ്ട്, പിന്നെ ഞാൻ കുറേ പൈസ ഉണ്ടാക്കി, കൊക്കക്കോല ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, കലൂർ സ്റ്റേഡിയം എടുത്തു, മറ്റേ ട്രേഡിങ്ങിൽ നമ്പർ 1 ആയി, ഭീകരത്തള്ള. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വഴിക്ക് ഫ്ലിപ്പാവും. ഞാൻ പൊളിഞ്ഞ് മണ്ടാറങ്ങി, ഞാൻ ഒന്നുമില്ലാതായി, ഞാൻ അങ്ങനെ ഒന്നുമില്ലാതായിട്ട് പിന്നെ അങ്ങനെ ഇതായി, പിന്നെ ഭാര്യയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, അങ്ങനെ വേറൊരു സൈഡ് പറയും. അയാൾ എൻ്റെ ലൈഫിൻ്റെ എല്ലാം പറയും. മനസ്സിലായോ? അതിൽ തന്നെ ഉണ്ട് എവിടേക്കോ കുറേ സംശയങ്ങൾ ഇയാളെക്കുറിച്ച്. സോ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരിങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ അലിഗേഷൻസ് വരുമ്പോൾ, എന്തുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം ഇതിന് പിന്നിൽ തറവായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ ആൻഡ് ഐ വാസ് നമ്പർ 1. നിങ്ങൾ ഈ സ്റ്റോക്കിൽ ആരെടുത്ത് വേണമെങ്കിലും 90 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ സ്റ്റോക്കിൽ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചു നോക്ക്. ഐ വാസ് നമ്പർ 1. ഓക്കെ. ആ 96 കഴിഞ്ഞ് നേരെ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ കയറി, അവിടെയും ഐ വാസ് നമ്പർ 1. മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതും ഞാൻ ചെയ്യുമായിരുന്നു. എന്നെ ഇവിടെ പ്രൈവറ്റ് ജെറ്റിലാണ് കൊണ്ടുവരുന്നത്. ഇസ്രായേലിൽ നിന്ന് ആൾ വരും, പ്രൈവറ്റ് ജെറ്റ് വരും, ഞാൻ പ്രൈവറ്റ് ജെറ്റ്. ഏത് കാലഘട്ടത്തിലാണ് ഇത്? 2007. അങ്ങനെ തന്നെ ഞാൻ പൊട്ടിയിട്ടുണ്ട്. ഞാൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഹൈപ്പോ. ഞാൻ കേരളത്തിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ആളായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കാൽക്കുലേഷൻസ്, ഞാൻ ഐ വാസ് റെപ്രസെൻറ്റിങ് വേൾഡ്സ് നമ്പർ 1 റെയിൽ കമ്പനി. അപ്പോൾ ഹൈ സ്പീഡ് റെയിൽ, അല്ലെന്നുണ്ടെങ്കിൽ തിരുപ്പതിയിൽ നിന്ന് വൈശാഖിലേക്ക് 550 കിലോമീറ്ററിൻ്റെ ഹൈ സ്പീഡ് റെയിൽ, ഹരിദ്വാർ ടു ഋഷികേശ് 19 കിലോമീറ്റേഴ്സ് മോണോ റെയിൽ, ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഒറ്റപ്പെട്ടം കൂടെ വെട്ടി. അത് തന്നെ ഈ ഹോട്ടൽ ജിപ്തി വന്നതാണ്. ഫെഡറൽ ബാങ്ക് ജിപ്തി ചെയ്യാൻ വന്നതാണ് ഇത്. അതുകൊണ്ട് എന്താ ബിസിനസ് അല്ലേ? അതെ. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇൻകം ടാക്സ് റേഡിൻ്റെ ഇത് വന്നിട്ട് ചെണ്ട കൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് OG സുനിൽ അയാളെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഹൈയിലും ഇങ്ങനെ ലോയിലും ജീവിച്ചു എന്നുള്ളതാണ് അയാൾ പറയുന്നത്. സോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനത്തെ അലിഗേഷൻസ് ഒന്നും അയാൾക്ക് പ്രശ്നമല്ല, വിഷയമല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മരടനെ പോലെ, തോക്കുസ്വാമിയെ പോലെ എല്ലാ സോഷ്യൽ മീഡിയയിൽ പല പേജുകളിലൊക്കെ ആയിട്ട് ഇയാളെക്കുറിച്ചുള്ള നമ്പർ ഓഫ് അലിഗേഷൻസ് വരുന്നു. ഓക്കെ, അന്ന് മറ്റേ അനന്തൂനെയും ഹക്കീമിനെയൊക്കെ വെല്ലുവിളിച്ച് പോയതാണ്, എൻ്റെ കാസറ്റിനെയും ഡ്രൈക്കിനെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവർ വന്നില്ല എന്ന് വിചാരിച്ചു. തനിക്ക് ഒറ്റയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചപ്പോൾ ഒരു നാട്ടുകാരുടെ അടുത്ത് അല്ലേ, എന്നിട്ട് കാണിച്ചു കൊടുത്ത് പോയായിരുന്നല്ലോ. അതും മുമ്പിൽ ചെയ്തില്ല. സോ സംവെയർ സംതിങ് ഫിഷി എന്നുള്ളൊരു സാധനം സ്റ്റിൽ ഇയാളുടെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ആലപ്പുഴ റൂട്ടിലേക്ക് പോകുമ്പം മുളകിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഹോട്ടലുണ്ട്. അതിന്റെ മുതലാളിയാണ് ഇത്. ലാലേട്ടനോടും ഞാൻ സംസാരിച്ചു. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ 2 കാര്യം, നിങ്ങൾ അധികം ഒരു കാര്യം സംസാരിച്ച് നമ്മളുമായിട്ട് ബന്ധം കൂടുന്ന സമയത്തുള്ളതുണ്ടായ ഒരു ഇന്ററാക്ഷനാണ്. അതുകൂടെ ഞാൻ പറയാം. ലാലേട്ട, 2 കാര്യം എനിക്ക് നിങ്ങൾ ദക്ഷിണയായിട്ട് തരണം. 1, സനാതന ധർമ്മത്തിന്റെ പ്രചരണത്തിന് എൻ്റെ കൂടെ ഉണ്ടാവണം. 2, മയക്കുമരുന്ന് മാഫിയക്കെതിരെ തകർക്കാൻ ഇന്ന ആൾക്കാരുടെ ഇതുണ്ട്, അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ നിങ്ങൾ ഒരു സെലിബ്രിറ്റിയാണ്, നിങ്ങൾ നിയമപരമായിട്ടും എല്ലാം നിങ്ങൾ സഹായിക്കണമെന്ന്. അയ്യോ, അതിനെന്താണ്, അത് വലിയ കാര്യമല്ലേ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ ഒരു വലിയൊരു മഹാ അനുഗ്രഹമാണ്, അത് നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അയ്യോ, അത് വളരെ വലിയ കാര്യമാണ്, ഞാനത് എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇതാ പോയതാണ്.
അതെ, എല്ലാരും ഇങ്ങനെ എന്താ മക്കളെ ഇങ്ങനെ ചിരിച്ചാ മതിയാ? അപ്പൊ ഈ ചിരി മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകും. ഒരു 10 കിലോമീറ്റർ. എല്ലാവർക്കും ചേട്ടന്മാർക്കൊക്കെ മനസ്സിലായി ആരാണ്. റീലൊക്കെ ഇട്ട് പിള്ളേരെ കൊണ്ടുവന്ന് ഇതാക്കി കുറെ ബീഫും തിന്ന്, ചക്കയും തിന്ന്, മാങ്ങയും തിന്ന്, മീനും തിന്ന്. മനസ്സിലായില്ല ആളെ? ഇനിയിപ്പോ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക. മലയാളികൾക്ക് ബുദ്ധിയുള്ളതാണ്. ഒരു ബ്രെയിൻ ഗെയിമാണ്. എന്ത് ബ്രെയിൻ ഗെയിം? OG സുനിലിന്റെ കാന്താരി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ വിഷയമാണ്. പക്ഷെ ദ വേ ഹി എന്താ പറയാ, ആ ഒരു അല്ലേ ലാലേട്ടന്റെ സൗണ്ട് എടുത്തത്, എൻ്റെ മോനെ ഞാൻ പറയുമ്പോൾ ടിനി ടോമിനോട് ഇയാളെടുത്ത് പോയി ഗുരുദക്ഷിണ വെച്ചിട്ട് 2 ദിവസം ഇരുന്ന് പഠിക്കാൻ പറ. ടിനി ടോമൊക്കെ തലകുത്തി നിന്നിട്ട് പോലും ലാലേട്ടൻ്റെ ശബ്ദം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അയ്യോ, ഒരു രക്ഷയില്ല. ഭീകരം. ഇയാൾ ഒന്നുമില്ലെങ്കിലും തോക്കുസ്വാമിക്ക് ലാലേട്ടൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകും. അത് മനസ്സിലായി. പിന്നെ മോഹൻലാൽ ഇനി ഇറങ്ങി തിരിച്ചിട്ട് ഈ ലഹരിക്കാർക്കെതിരെ പോവല്ലേ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെൽഫിഷ് ഹ്യൂമൻ ബീങ് ഇൻ ദ എർത്ത് ഇയാളായിരിക്കും ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ. അത് ഭയങ്കര സെൽഫിഷ്. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, ഞാനും സെൽഫിഷാണ്. നമ്മൾ സെൽഫ്ലെസ് ആവേണ്ട സമയത്ത് മാത്രം ആയാൽ മതി. കുറേയൊക്കെ നമ്മളൊരു സെൽഫിഷ് മനുഷ്യനായാലും നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടുള്ളവരെ നോക്കാനും പറ്റുള്ളൂ. ദാറ്റ്സ് എ ഫാക്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇപ്പോൾ നാട്ടിലിറങ്ങിയിട്ട് ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഹീറോയിസൊക്കെ മോഹൻലാലിനെ കൊണ്ട് റോട്ടിൽ കാണിക്കാൻ പറ്റുള്ളൂ, ഈ നാട്ടിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു മോഹൻലാലും ഒരു മമ്മൂട്ടിയും മാത്രം മതി. അതുകൊണ്ട് അതൊന്നും റിയാലിറ്റിയിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് സനാത്ത് തെറുപ്പത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. അത് ചിലപ്പോൾ നടക്കുമായിരിക്കും. കൊറോണയ്ക്ക് പാത്രം കൊട്ടാൻ പറഞ്ഞ ഐറ്റമാണ് മോഹൻലാൽ. അപ്പോൾ പിന്നെ അത് വിട്. പക്ഷെ ലഹരിക്കെതിരെ മോഹൻലാൽ മറ്റേ നിപ്പ മന്നെ ദിനേശ എന്നൊക്കെ പറഞ്ഞു വരുന്നുള്ളത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അത് തോക്കുസ്വാമി ഇപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ മണ്ടറാണ് താൻ. അയ്യോ, എന്താണെങ്കിലും ആ ഒരു പോർഷൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇയാൾ ലാലേട്ടൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തൊരു പോർഷൻ. മറ്റേ മഹേഷ് കുഞ്ഞുമോൻ അല്ലേ, മിമിക്രി, അങ്ങനെ കൊണ്ടുപോലും ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്ത് ക്രിസ്റ്റൽ സാധനം അടിച്ച് മന്നെ എൻ്റെ മന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം സെറ്റാണ്. എന്താണെങ്കിലും OG സുനിൽ അയാളാണ് വിഷയമായിട്ട് ഇവിടെ പറയുന്നത് വരെ. ആൻഡ് ഈ ഒരു ലൂപ്പ് തീരുന്നില്ല. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ തൂഫാൻ പോലത്തെ ഒരു വലിയൊരു ലഹരിക്കെതിരെയുള്ള ഒരു പ്രൊജക്റ്റ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയും കേരള പോലീസും കൂടിയും കൊണ്ടുവന്നിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ വരുന്ന അലിഗേഷനുള്ള ആളുകളെ കുറച്ചുകൂടി ഒന്ന് അന്വേഷിച്ചാൽ ബെറ്റർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇയാളെക്കുറിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ അലിഗേഷൻസ് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം OG സുനിൽ. ഇനി ട്രാക്ക് ചെയ്തിട്ടൊന്നും ഇല്ല, അയാൾ ക്ലീൻ ചീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് OG സുനിൽ തന്നെയാണ് നല്ലത്. ഇങ്ങനെ അലിഗേഷൻസ് വരുന്നുണ്ട് നിന്ന് കിട്ടുമല്ലോ. ഇത്